din tak 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 din tak tak it tak it tu tak it tak tak din tak tak din tak tak it tu tak it tak it tak tak din tak tak din tak tak it tu tak it tu tak din tak tak din tak tak it tu tak it tak din tak din tak it tu tak it tak din tak din tak it നമസ്കാരം. അപ്പൊ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിലെ ആദരണീയായ ഓമന ടീച്ചറെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. വയനാട് സ്വദേശിനിയാണ് ബഹുമാനപ്പെട്ട ഓമന ടീച്ചർ. ദീർഘകാലം അധ്യാപികയായിരുന്നു. ഹെഡ് മിസ്ട്രസ് ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം ടീച്ചർ ഇപ്പോഴും തൻ്റെ കർമ്മ മേഖലയിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മെമ്പറായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയുള്ള ഒരു വ്യക്തിത്വമാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ ഈ പ്രസന്റേഷന്റെ സമയത്ത് രണ്ടുപേര് അത് അൺമ്യൂട്ട് ചെയ്തില്ല എന്നുള്ള കാര്യം ടീച്ചറുടെ ശ്രദ്ധയിൽപ്പെട്ടു. മാത്രമല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നു. വീണ്ടും നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് മികച്ച ട്രെയിനേഴ്സ് ആവണം, അതിനുവേണ്ട പ്രോത്സാഹനം തന്നു. ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത് തന്നെ ടീച്ചറാണെന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയുകയാണ്. അപ്പൊ ബഹുമാനപ്പെട്ട ടീച്ചറിനെ ഈ പ്രസന്റേഷനിലേക്ക് എല്ലാവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തു. പ്രദീപ് സാറിന് പ്രത്യേകം താങ്ക്സ് പറയുന്നു. പിന്നെ അത്ര കൂടുതലൊന്നും പറയാനൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടാൻ തയ്യാറായതാണ്. അല്ലെങ്കിൽ ഞാൻ എന്നാ ചെയ്തിട്ടും കാര്യമില്ല. എല്ലാവരുടെയും നമ്മുടെ ഒരേ വേവ് ലെങ്ത്തിൽ പോയത് കൊണ്ടാണ് അങ്ങനെ നമുക്കിങ്ങനെ കൂടാൻ പറ്റിയത്. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേരൻസിനെയും അധ്യാപകരെയും ഒക്കെ നമിക്കുന്നു. നിങ്ങൾക്കൊക്കെ എത്ര ഭാഷ അറിയാം ഓരോരുത്തർക്കും? എനിക്ക് 3 ഭാഷ അറിയാം. തമിഴ്, മലയാളം, ഇംഗ്ലീഷ്. ഹിന്ദി അത്ര ഇല്ല, പഠിച്ചു. പക്ഷെ ഇപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒത്തിരി ഭാഷ അറിയാമെന്ന് പറയുന്നത് ഒത്തിരി ഒരു സന്തോഷമാണ്, അല്ലേ? അതെ, ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് ഒത്തിരി ഭാഷ അറിയാമെന്ന് പറയുന്നത്. തീർച്ചയായും. അതെ, എല്ലാവർക്കും ഒരു അഹങ്കാരം പോലെയാണ് കൂടുതൽ ഭാഷ അറിയാമെന്ന് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്രസന്റേഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ പ്രസന്റേഷൻ മോഡിൽ ഇടായിരിക്കും, അല്ലേ? വെൽക്കം ടു മൈ പ്രസന്റേഷൻ. എ ന്യൂ ലാംഗ്വേജ് ഈസ് എ ന്യൂ ലൈഫ്. ശ്രീകുമാർ ടീച്ചർക്ക് 3 ഭാഷ അറിയാം. മറ്റുള്ളവരാരും ഒന്നും പറഞ്ഞില്ല. എനിക്ക് 2 മലയാളം ഇംഗ്ലീഷും അറിയാം. ഹിന്ദി കേട്ടാൽ അറിയാവുന്നതേ ഉള്ളൂ, പറയാൻ അറിയില്ല. എന്നെ സംബന്ധിച്ച് മലയാളം മലയാളം ഇംഗ്ലീഷും അറിയാം. തമിഴും ഹിന്ദിയൊന്നും വലിയ പിടുത്തമില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, സുമിത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭാഷ അറിയാമെന്നുള്ളത് ഒരു വലിയ സന്തോഷമാണെന്ന് തോന്നുന്നു, അല്ലേ? അല്ലേ? ഞാൻ ഒത്തിരി ആളുകളോട് സംസാരിച്ച് നോക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഭാഷകൾ കൂടുതൽ അറിയുന്നത് വലിയൊരു അഹങ്കാരം പോലെ, വലിയൊരു പ്രൗഡാണ്. ദേ ആർ പ്രൗഡ് ഓഫ് ഒത്തിരി ഭാഷ അറിയാവുന്നത്. അപ്പം നമ്മുടെ CV മെച്ചപ്പെടുത്താനുള്ള ഒരു മാർഗം മാത്രമല്ല ഭാഷ കൂടുതൽ അറിയുന്നത്. നമ്മളൊരു യാത്ര പോയാൽ കൂടുതൽ ആളുകളെ പരിചയപ്പെടാൻ, പിന്നെ നമ്മൾ ഒരു ഭാഷ പഠിക്കണമെങ്കിൽ കുറച്ച് കഠിനാധ്വാനം ചെയ്യണം. അപ്പം നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു, നമുക്ക് എത്ര ഭാഷ അറിയാവോ അത്രയും നമ്മൾ കഠിനാധ്വാനിയാണെന്ന് പറഞ്ഞൂടെ? അതെ, അതെ. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഭാഷ പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ ജീവിതം നയിക്കുന്നതിന് തുല്യമാണ് ഒരു പുതിയ ഭാഷ പഠിക്കുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, വാസ്കോഡി ഗാമ എങ്ങനെയാണ് വന്നത് സാമൂതിരിയോട് സംസാരിച്ച്
എന്നിട്ട് ഇവരെല്ലാം കൂടി ഇത് മുഴുവൻ കൈക്കലാക്കി കൊണ്ട് പോയത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒരു പുതിയ ഭാഷ എന്ന് പറയുമ്പോൾ ഒരു വിദേശ ഭാഷ പഠിക്കുമ്പോഴാണ് കൂടുതൽ എല്ലാവർക്കും പ്രൗഡായിട്ട് തോന്നുന്നത്. നമ്മളൊരു ഇന്റർവ്യൂവിന് പോയാൽ അവിടുത്തെ തൊഴിലുടമ ഒരു ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് എത്ര ഭാഷ അറിയാം, വിദേശ ഭാഷ എത്ര അറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ തൊഴിലുടമ ഒരു തംസപ്പ് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വ്യാപാരം എന്ന പൂട്ടിന്റെ താക്കോലാണ് ഭാഷ. നമ്മുടെ ലോകം പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നത് തന്നെ വ്യാപാരത്തിലൂടെയാണ്. അതുപോലെ നമ്മുടെ സംസ്കാരത്തിന്റെ താക്കോലാണ് ഭാഷ. അപ്പോൾ എൻ്റെ കാര്യം ആലോചിച്ചാൽ ഒരു ലാംഗ്വേജ് ഈസ് ദ റോഡ് മാപ്പ് ഓഫ് എ കൾച്ചർ. ഇറ്റ് ടെൽസ് യു വേർ ഇറ്റ്സ് പീപ്പിൾ കം ഫ്രം ആൻഡ് വേർ ദേ ആർ ഗോയിങ്. യു ക്യാൻ നെവർ അണ്ടർസ്റ്റാൻഡ് വൺ ലാംഗ്വേജ് അണ്ടിൽ യു അണ്ടർസ്റ്റാൻഡ് അറ്റ്ലീസ്റ്റ് ടു. ഒരു ഭാഷ മാത്രം അറിയാവുന്നവരുടെ കാര്യം പോക്കാം. 2 ഭാഷയെങ്കിലും അറിയാമെങ്കിലേ ആ ഒരു ഭാഷയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റീജിയണൽ കോളേജിൽ പഠിച്ചായിരുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ സൗത്ത് ഇന്ത്യക്ക് വേണ്ടിയുള്ള കോളേജ് ആയതുകൊണ്ട് അവിടെ മലയാളം കൊണ്ടൊരു രക്ഷയില്ല. നമ്മൾ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച് കൊഞ്ചം ഇംഗ്ലീഷുമായിട്ട് പോയതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് അല്ലാതെ ഒരു ഭാഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടുത്തെ അധ്യാപകർ മുഴുവൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള അധ്യാപകരാണ്, മലയാളികൾ ആരുമില്ല. അപ്പം ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുമല്ലാതെ വേറെ മാർഗമില്ല. അപ്പം ഞങ്ങളുടെ ഇംഗ്ലീഷ് സാറ് ആസാംകാരനായിരുന്നു, ഒരു ബസ് ബറുവ. സാറ് പറയും, ഞങ്ങളിങ്ങനെ വിഷമിക്കുമ്പോൾ സാറ് പറയും, നിങ്ങൾക്ക് ബംഗാളി പഠിക്കണമെങ്കിൽ നിങ്ങൾ ബംഗാളി പോകും, എന്നിട്ട് അവിടെ പോയി സംസാരിക്കുക, അല്ലാതെ ഇവിടെ നിന്നാലും ബംഗാളി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. എങ്ങനെയാണേലും ഞങ്ങൾ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവർക്കും മുറി പറയാതെ നിവർത്തിയില്ല. പറഞ്ഞു പഠിച്ച് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പ്രത്യേകം മെനക്കെട്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ നമ്മൾ ആ സമൂഹത്തിൽ കടന്നപ്പം നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഒന്നിൽ റെയിലിൽ കയറി കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയാണേലും നമ്മളിവിടെ മലയാളം മീഡിയം സ്കൂളിലേക്ക് വന്നു, ജോലി ചെയ്യാൻ തുടങ്ങി. മലയാളം മീഡിയം ഒരു ഗവൺമെന്റ് സ്കൂളൊക്കെ ആകുമ്പോൾ അവിടെ ഇംഗ്ലീഷൊന്നും വലിയ അത്യാവശ്യമൊന്നുമില്ല, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ എല്ലാം കൂടെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ തീവണ്ടി പിന്നെ ഇല്ല, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ നമുക്ക് ആ തീവണ്ടിയുടെ ആവശ്യമുണ്ടെന്ന് നമുക്ക് തോന്നുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അങ്ങനെ ലാംഗ്വേജിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ലാംഗ്വേജ്, ഏതൊക്കെ തരം ലാംഗ്വേജാണ് നമുക്കുള്ളത്? റിട്ടൺ ലാംഗ്വേജ്, സ്പോക്കൺ ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ്, ലിസണിങ് ലാംഗ്വേജ്. ഈ ഭാഷ ഇല്ലാതെയായ അവസ്ഥയിൽ ഇത് ഇങ്ങനെ ഇപ്പം നമുക്ക് റിട്ടൺ ലാംഗ്വേജ്, സ്പോക്കൺ ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഇതൊന്നും ഉപയോഗിച്ച് ഇംഗ്ലീഷിനെ നമുക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിലില്ലാതെ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ റിട്ടയർ ചെയ്തിങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഓർമ്മശക്തി കുറയുക, നമ്മുടെ ആരോഗ്യം കുറയുക, മുട്ടുവേദന, അപ്പം പിന്നെ വയസ്സായ രോഗങ്ങളൊക്കെ വരണമല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് അപ്പം ഞാൻ ആലോചിച്ചു എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. അത് ഗാർഡനിങ് എന്ന് പറയുമ്പം എൻ്റെ ഒരു കൈ ഒടിഞ്ഞ് ലേശം ഡാമേജാണ്. അപ്പം കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് ഇപ്പം ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും. കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ കൈ ഒടിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചട്ടിയൊക്കെ എടുത്ത് പൊക്കി അങ്ങനെ ആ പണിക്ക് പോയപ്പോൾ ഈ കൈ പഴുക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ആ പണി പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തേക്ക് മാറിയത്. ആരൊക്കെയോ അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാനും അങ്ങോട്ട് മാറി. അപ്പം എനിക്കതൊരു പാഷനായി തോന്നി, എനിക്കതൊരു ഭയങ്കര ഇഷ്ടമായി തോന്നി. അപ്പം നമ്മളിങ്ങനെ ഒന്നും ചെയ്യാതിരുന്നാൽ ഇപ്പം പഠിക്കാൻ മെനക്കെടുമ്പം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു. നമുക്കത് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ നമ്മൾ ഒരു ഉഷാറാകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ അൽഷിമേഴ്സും പാർക്കിൻസൺസും ഒക്കെ വരാൻ എളുപ്പമാണ് നമ്മളൊന്നും ചെയ്യാതെ നമ്മളിങ്ങനെ ഡള്ളായിട്ടിരുന്നാൽ. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അവരെ ഒന്ന് ഓടിക്കാനും കൂടി ഇത് നല്ലതാണല്ലോ. അപ്പം അങ്ങനെയാണ് ഈ ലാംഗ്വേജിനോട് ഒരു മോട്ടിവേഷൻ എനിക്ക് തോന്നിയത്. നമ്മുടെ പ്രകൃതിയിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ജീവജാലങ്ങളും വർത്തമാനം പറയുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് തേനീച്ച എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അറിയാമോ?
ഡാൻസ് ചെയ്തിട്ടാണ്. അവർ ഡാൻസ് ചെയ്തിട്ടാണ്. ഫുഡ് എവിടെയെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ കൂടെയുള്ള ആളുകളെ കൂട്ടാൻ വിളിച്ചോണ്ട് പോകണമല്ലോ. അപ്പോൾ അവർ ഫുഡ് അടുത്താണെങ്കിൽ റൗണ്ട് ഡാൻസ് കളിക്കും, ദൂരെയാണെങ്കിൽ വാഗിൾ ഡാൻസ് കളിക്കും. വാഗിൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ വാലൊരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ആട്ടിയിട്ട് അവരുടെ ആ റൗണ്ടിനൊക്കെ അനുസരിച്ച് അവർക്ക് സ്ഥലം മനസ്സിലാവും, എത്ര ദൂരമുണ്ടെന്നും ഏതാണ് ഡയറക്ഷൻ എന്നും അവർ പറയും. അങ്ങനെയാണ് അവർ ഫുഡ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഈ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ല് ഉണ്ട്. അത് നമുക്കറിയാത്തത് കൊണ്ടാണ് നമ്മുടേത് മാത്രമല്ലേ അറിയുന്നുള്ളൂ. ഈ സായിപ്പിന്റെ ഭാഷയോട് എല്ലാവർക്കും ഭയങ്കര അഭിനിവേശം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആരോട് ആലോചിക്കുമ്പോഴും ഈ ഭാഷയോട് ഭയങ്കര താല്പര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റുമെന്ന് പറയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഫ്ലുവൻ്റ് ആയിട്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? ഒരാളോട് ഇംഗ്ലീഷ് സംസാരിക്കാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഫ്ലുവൻ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഫ്ലുവൻ്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും നമ്മുടെയൊക്കെ സ്ഥിതി അതായിരിക്കും അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഫ്ലുവൻ്റ് ആകണം എന്ന് ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലേ? ഫ്ലുവൻ്റ് ആവണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഇതുവരെ കണ്ട് സംസാരിച്ചിട്ടുള്ള ആളുകൾ മുഴുവൻ, ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പാഷൻ തോന്നിയപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചു. ഇതിനൊരു മോട്ടിവേഷൻ വേണമല്ലോ നമുക്ക്. അപ്പം എനിക്കുള്ള മോട്ടിവേഷൻ എൻ്റെ എന്താ പറയുക, യൗവനം തിരിച്ചു പിടിക്കുക എന്ന് തന്നെ പറയാം അല്ലേ? നമ്മുടെ ബ്രെയിനിൻ്റെ എങ്കിലും യൗവനം തിരിച്ചു പിടിക്കുക എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ എല്ലാവരോടും അന്വേഷിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. എനിക്ക് അത്രയ്ക്ക് ആഗ്രഹമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഭയങ്കര ആഗ്രഹമാണ് ഇംഗ്ലീഷ് ഒന്ന് ഫ്ലുവൻ്റ് ആക്കുക. എന്തും ചെയ്യാൻ തയ്യാറായ ഒരുപാട് റിട്ടയർമെന്റ് ചെയ്ത ആളുകളെയും സാധാരണക്കാരെയും ഒക്കെ ഞാൻ കണ്ടു. അപ്പം നമ്മുടെ മാനസിക ശാരീരിക വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. ഓരോരുത്തർക്കും അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടായാൽ നമുക്കിത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പം നമുക്കൊരു പാഷൻ, എനിക്കിതൊരു പാഷനാക്കി ഞാൻ മാറ്റി. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതിനോടൊരു താല്പര്യം നന്നായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ട്രെയിനിങ്ങിലും വന്നത്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാണല്ലോ എന്ന് വിചാരിച്ച്. അപ്പം ഫോളോ യുവർ പാഷൻ, ഡെവലപ്പ് എ പാഷൻ ഫോർ ലേണിംഗ്. ഇഫ് യു ഡു, യു വിൽ നെവർ സീസ് ടു ഗ്രോ. നമ്മൾ അങ്ങനെ ഒരു പാഷനായിട്ട് ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളത് സ്ഥിരം അത് വരിക്കുക തന്നെ ചെയ്യും. ഡോണ്ട് ഗിവ് അപ്പ്, നെവർ ഗിവ് അപ്പ്. നമ്മൾ തുടങ്ങി വെച്ചാൽ പിന്നെ പുറകോട്ട് പോകരുത്. മുമ്പോട്ട് വെച്ച കാല് ഒരു കാര്യത്തിനും പുറകോട്ട് വെക്കരുത്. ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ലേൺ, നോ വൺ ക്യാൻ ഹെൽപ്പ് യു. ഇഫ് യു ആർ ഡിറ്റർമിൻഡ് ടു ലേൺ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. നിങ്ങൾ പഠിക്കാൻ നിർബന്ധമായി തീരുമാനിച്ചതാണെങ്കിൽ നിങ്ങളെ ആർക്കും തടയാൻ പറ്റില്ല. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങളെ ആർക്കും സഹായിക്കാനും പറ്റില്ല. ഡു നോട്ട് അണ്ടർ എസ്റ്റിമേറ്റ് യുവർ സെൽഫ് ബൈ കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. അവർ ഡിഫറൻസസ് ദാറ്റ് മേക്സ് us യുണീക്ക് ആൻഡ് ബ്യൂട്ടിഫുൾ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ സായിപ്പ് നന്നായിട്ട് പറയുന്ന കണ്ടുകൊണ്ട് ഇതുപോലെ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെക്കാട്ടും ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്ന ആൾ പറയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാലും കാര്യമില്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഇന്നലത്തെക്കാളും പറയുന്നുണ്ടോ, കഴിഞ്ഞ മാസത്തെക്കാളും പറയുന്നുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മറ്റുള്ളവരുമായി നമ്മളെ കമ്പയർ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുക. ഫോക്കസ് ഓൺ യുവർ പ്രോഗ്രസ്. നമ്മുടെ പ്രോഗ്രസ്സിൽ തന്നെ നമ്മൾ, ഡിഫിക്കൽറ്റിയിലല്ല പ്രോഗ്രസ്സിൽ തന്നെ ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. ഇംഗ്ലീഷ് നമ്മൾ ഫ്ലുവൻ്റ് ആക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. The only person to compare yourself to is the person you were yesterday. ഇന്നലെ ഉണ്ടായ നിങ്ങളെ വെച്ചേ നിങ്ങളെ കമ്പയർ ചെയ്യാവുള്ളൂ. വേറൊരാളുമായി നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. ഹൗ വി ഗെറ്റ് ദർ? യു ആർ സ്ട്രോങ്ങർ ദാൻ യു തിങ്ക്. നമ്മൾ വിചാരിക്കുന്നേക്കാളും സ്ട്രോങ് ആണ് നമ്മൾ മെനക്കെട്ടാൽ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. ഒന്നിച്ചു കൂടി ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. ഒന്നിച്ചു കൂടാനും നമ്മൾ സ്ട്രോങ് ആണെന്ന് വിചാരിക്കാനുമാണ് നമുക്ക് മടി.
മിസ്റ്റേക്സ് ആർ ദ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റേക്ക് വരുന്ന പോലെ തോന്നും. ആ മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ പുറകോട്ട് പോകരുത്. മിസ്റ്റേക്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ലേണിംഗ്. നമ്മൾ വിചാരിക്കുന്നേക്കാളും ഇംഗ്ലീഷ് നമുക്കറിയാം. നമുക്ക് എത്ര ഉണ്ട് എന്ന് വിചാരിക്കുന്നു അതിനേക്കാളും നമുക്കറിയാം. ഇറ്റ് ഈസ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ് ആസ് ലോങ് ആസ് യു ലേൺ ഫ്രം മിസ്റ്റേക്സ്. അപ്പം നമ്മൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് യുവർ ഡ്രീംസ് live the life you have imagined. നമ്മൾ വിചാരിക്കുന്നത് എടുത്ത് എത്തിക്കാനുള്ള ഒരു സക്സസിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. അപ്പം ഡിസൈഡ്, കമ്മിറ്റ് ആൻഡ് സക്സീഡ്. നമ്മളെ ഉയർത്തുകയാണ് എപ്പോഴും വേണ്ടത്. നമുക്കൊരു സെൽഫ് ലവ് ഉണ്ടായിരിക്കണം. ആ സെൽഫ് ലവിന്റെ ഭാഗമായിട്ട് നമ്മളെ എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ കാണിക്കാവുന്ന ഏറ്റവും വലിയ റിവഞ്ചാണ് നമ്മളെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ് ഏകദേശം സമയമായി, ഞാൻ നിർത്തുവാണ്. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.